സിദ്ധു സിദ്ധു ഏയ് സിനിമയ്ക്ക് വാ. ഇപ്പൊ പോയ ടിക്കറ്റ് കിട്ടോ? ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചേക്കുവാ. പോയില്ലെങ്കിൽ വിഷമാവും. ആർക്ക്? എന്റെ ഫാൻസിന്. ഫാൻസോ? നിനക്കോ? ആരാടി അവര്? വേണു ആൻഡ് പാർട്ടി. കൽക്കട്ടയിൽ എന്റെ പവർ നിനക്ക് അറിയാഞ്ഞിട്ടോ. ചുമ്മാ വാടാ വാ. സൂപ്പർ സ്റ്റാർ പവൻ കല്യാണിന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയ അണ്ണൻ വില്ലേജ് നിൽക്കണ്ടേ? ഇങ്ങനെ പേടിച്ചു കൂറിയ എങ്ങനെയാ? ഏയ് പേടിയൊന്നുമില്ലടാ. ഓ ചെറിയൊരു ഷിവറിംഗ് ഉണ്ട്. അതെ, അമ്മ എപ്പോഴും ഫോൺ ചെയ്യുമ്പോ പിസ്സ വേണം, കൂൾ ഡ്രിങ്ക്സ് വേണം, ബർഗർ വേണം എന്നൊക്കെ പറഞ്ഞാ വിളിക്കാറ്. ഇന്ന് എന്ത് പറ്റിയെന്തോ സിനിമാ തിയേറ്ററിൽ കോർണർ സീറ്റ് വേണമെന്ന് പറഞ്ഞാ വിളിച്ചത്. അതിന്റെ അർത്ഥം എന്താടാ? അവള് വീണൊന്നല്ലേ? പിന്നെ അവള് വീണണ്ണ. അണ്ണൻ പേടിക്കണ്ട. കോർണർ സീറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ട്രാക്കിൽ വീണ തന്നെയാ. പിന്നെ അണ്ണാ, ആന്ധ്രയിലെ പവൻ കല്യാണുള്ള അതേ ഫാൻസ് തന്നെ അണ്ണൻ ഇവിടെ ഉണ്ടണ്ണാ. ആണോടാ? ഓ സൂപ്പർ അണ്ണാ. ഭയങ്കര പുലിയ. സിംഹം പോലും പേടിക്കില്ലേ? അണ്ണാ മാല ഊരി കൊടുക്കുന്ന അവസാനം കുത്തുവാള എടുക്കല്ലേ? തങ്കം പോലൊരു പെണ്ണിനെ കൈ കിട്ടാൻ പോവുക. അതിന്റെ മുന്നിൽ സ്വർണ്ണൊക്കെ വെറും പുല്ലാടാ. അണ്ണാ അവള് വളയും തോന്നില്ല. അറം പറ്റുന്ന വർത്തമാനം പറയില്ലേ? പവൻ കല്യാണെ പോലെ ഒരു മെഗാ സ്റ്റാർ വരുന്നുണ്ട്. അത് പൊളിക്കും. എന്നെ ഇറങ്ങിയതാടാ. എന്തിനാ എടുക്കടാ. ഇതാണ് അവനാരെ നമുക്കെന്താ? അവൻ വെറും VCD, അണ്ണൻ ബ്ലൂറേ DVD. ഹായ് വേണു. ഇതാരാ? എന്റെ എഴുത്തിന്റെ അനിയൻ സിദ്ധു. ഞാൻ പേടിച്ചു പോയി. വെറുതെ ടെൻഷനുമായി. ഐ എം വേണു, ലോക്കൽ സൂപ്പർ സ്റ്റാർ. ആ അനിയനെ വിളിച്ചോണ്ട് പോയി എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചു കൊടുത്ത് ഏതെങ്കിലും സീറ്റിൽ കൊണ്ടിരുന്ന സിനിമ ആണെങ്കിൽ ഞാനും അമ്മവും കൂടി കോർണർ സീറ്റിൽ അങ്ങനൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇവൻ എന്റെ അടുത്ത് ഇരുത്തിയേ പറ്റൂ. ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. അത് മാത്രമല്ല, എന്റെ അടുത്ത് ഇരുത്തിയില്ലെങ്കിൽ ഇവൻ മാത്രമല്ല എന്റെ ഏട്ടനും ഏടത്തി എല്ലാം വിഷമിക്കും. നീ വാ സിദ്ധു. അനിയന്റെ കൂടെ ആരെങ്കിലും കോർണർ സീറ്റിൽ ഇരിക്കോടാ? സ്വന്തം അനിയനല്ല, ഏട്ടത്തിയുടെ അനിയനെന്നാ പറഞ്ഞേ. അതിനെന്താ? മുറ നോക്കിയാ ആണോ? എന്തോന്നോ അണ്ണൻ മനസ്സ് വെച്ചതൊക്കെ ചീള് കേസാ. എന്റെ കാര്യം കട്ടപ്പുക. വാ നോക്കാം. അവിടെ എന്താ നടക്കുന്നത് നോക്കടാ. തൊടലും തലോടലൊക്കെ തുടങ്ങിയണ്ണ. ആണോ? കയ്യവിടം വരെ എത്തിയടാ. അവന്റെ കൺട്രോൾ കളയാനുള്ള ശ്രമമാണ്. മാറ്റിനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഫസ്റ്റ് ഷോയ്ക്ക് എന്തായിരിക്കും അവസ്ഥ? അവനെ ഞാൻ കൊല്ലും. ഇപ്പൊ തന്നെ പോയി തട്ടിയേക്കട്ടെ. ഇപ്പൊ തട്ടിയ ഫാൻസിന് ബുദ്ധിമുട്ടാകും. ഇന്റർവെല്ലിൽ അവനെ കാച്ചിക്കളയാം. സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.